ഉത്തര കേരളത്തിൽ പിതൃതർപ്പണത്തിന് പ്രസിദ്ധമായ പയ്യാവൂർ വാസവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക വാവിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കാലത്ത് 5:30 ആരംഭിക്കുന്ന പിതൃതർപ്പണ ചടങ്ങുകൾക്ക് രാഹുൽജി കോഴിക്കോട് മുഖ്യകാർമ്മികത്വം വഹിക്കും. എല്ലാ ദിവസവും പിതൃതർപ്പണം നടക്കുന്ന മലയോരത്തെ ഏക ക്ഷേത്രം കൂടിയാണിത്. പിതൃതർപ്പണത്തിന് വയനാട്ടിലെ തിരുനെല്ലിയും തളിപ്പറമ്പ് തൃച്ചംബരവും കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചടങ്ങ് നടക്കുന്ന മലയോര മേഖലയിലെ പ്രധാന ക്ഷേത്രമാണ് പയ്യാവൂർ വാസവപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഇത്തവണ പിതൃതർപ്പണം ആഗസ്റ്റ് 12 ബുധനാഴ്ചയാണ്. രാവിലെ 5:30 ആരംഭിക്കുന്ന പിതൃതർപ്പണ ചടങ്ങുകൾക്ക് രാഹുൽജി കോഴിക്കോട് മുഖ്യകാർമ്മികത്വം വഹിക്കും. ആഗസ്റ്റ് 16 കാലത്ത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടക്കും. മലബാറിൽ മലയോര മേഖലയിൽ 1000-ലധികം വിശ്വാസികൾ പിതൃതർപ്പണത്തിനെത്തുന്ന ക്ഷേത്രമാണ് വാസവപുരം. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പിതൃനമസ്കാരം, തിലഹവനം ഇവ ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. പിതൃതർപ്പണത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും നൽകും. പയ്യാവൂർ ശ്രീ വാസവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ബലിതർപ്പണ പരിപാടികൾ ഓഗസ്റ്റ് 12 രാവിലെ 5:30 ആരംഭിക്കുകയാണ്. മുഴുവൻ ഭക്തജനങ്ങളും അതിരാവിലെ തന്നെ എത്തിച്ചേർന്ന് ബലിതർപ്പണ പരിപാടികൾ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷം 1000-ലധികം ഭക്തജനങ്ങൾ പങ്കെടുത്ത ഈ പരിപാടി ഈ വർഷവും അതിൽ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുമെന്നാണ് കമ്മിറ്റിയുടെ വിശ്വാസം. പങ്കെടുക്കുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ക്ഷേത്രത്തിൽ ലഘുഭക്ഷണവും മറ്റ് വസ്ത്രം മാറുന്നതിനും മറ്റു എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. മുഴുവൻ ഭക്തജനങ്ങളും അതിരാവിലെ തന്നെ എത്തിച്ചേരുവാൻ അഭ്യർത്ഥിക്കുന്നു. ക്ഷേത്രത്തിന് മുന്നിൽ മലയോര ഹൈവേയിലുള്ള വെമ്പുഴ പുഴയോരത്ത് മൂർത്തിക്കടവ് സ്ഥാനഘട്ടത്തിലാണ് ചടങ്ങുകൾ നടക്കുക. കർക്കിടകവാവിന്റെ ഭാഗമായി നടന്ന പിതൃതർപ്പണത്തിന് ആലക്കോട്, കണ്ണൂർ, തലശ്ശേരി, ഇരിക്കൂർ, നടുവിൽ, ശ്രീകണ്ഠപുരം, ഉളിക്കൽ, കുടിയാൻമല ഭാഗങ്ങളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നും ആയിരങ്ങൾ ക്ഷേത്രത്തിലെത്തും. ക്ഷേത്ര കമ്മിറ്റി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. കർക്കിടകവാവ് പ്രമാണിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും പുരാണ പാരായണവും നടക്കും. രാമായണ മാസാചരണവും ക്ഷേത്രത്തിൽ നടന്നുവരികയാണ്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.